20-ാം തീയതി വൈകുന്നേരം മുതലാണ് കേട്ടോ കലശ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത്. ആദ്യം അയ്യപ്പനാണ് കലശം. അതിനു വേണ്ടിയിട്ട് അയ്യപ്പൻ്റെ ആ നടയ്ക്ക് മുന്നിൽ വെച്ചിട്ട് ആചാര്യവരണം എന്നൊരു ചടങ്ങുണ്ട്. അതായത് ക്ഷേത്രം ഊരാളൻ തന്ത്രിക്ക് കൂറയും പവിത്രവും നൽകിയിട്ടാണ് ആചാര്യവരണം നടത്തുന്നത്. അതിനുശേഷമാണ് കേട്ടോ ശുദ്ധി ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത്. 21-ാം തീയതിയാണ് ബിംബശുദ്ധി. അതോടൊപ്പം തന്നെ കലശം നിറയ്ക്കുന്നതും അന്നേ ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് 22-ാം തീയതിയാണ് വലിയ പാണിക്ക് ശേഷം ബ്രഹ്മകലശം അഭിഷേകം നടക്കുന്നത്. അതിനു പുറകിൽ ബാക്കിയുള്ള പരികലശം കൊണ്ടുള്ള അഭിഷേകം കൂടെ കഴിയുന്നതോട് കൂടിയിട്ടാണ് അയ്യപ്പൻ്റെ കലശ ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നത് കേട്ടോ. അത് അവസാനിക്കുന്നത് 22-ാം തീയതി. അന്ന് വൈകിട്ടാണ് ഗണപതിക്ക് കലശം തുടങ്ങുന്നത്. ഇതേപോലെ ചടങ്ങുകളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ആചാര്യവരണത്തോടു കൂടി തുടങ്ങിയിട്ട് ബിംബശുദ്ധിയൊക്കെ നടത്തി കഴിഞ്ഞ് 24-ാം തീയതിയാണ് കലശം അഭിഷേകം വരുന്നത്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആദ്യം പരികലശം കൊണ്ടുള്ള അഭിഷേകമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വലിയ പണിക്ക് ശേഷമാണ് ബ്രഹ്മകലശ അഭിഷേകം വരുന്നത്. 24-ാം തീയതി അവസാനിക്കും കേട്ടോ. അന്ന് വൈകിട്ടാണ് 24-ാം തീയതി വൈകിട്ടാണ് ഭഗവതി അമ്മയ്ക്ക് കലശം ആരംഭിക്കുന്നത്. ഗണപതിക്കുള്ള അതേ ചടങ്ങുകൾ തന്നെയാണ്. ആചാര്യവരണം ബിംബശുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് 26-ാം തീയതിയാണ് ഈ പരികലശം കൊണ്ടുള്ള അഭിഷേകം കഴിഞ്ഞ് വലിയ പാണിക്ക് ശേഷം ബ്രഹ്മകലശം കൊണ്ടുള്ള അഭിഷേകവും കഴിഞ്ഞിട്ടാണ് അഭിഷേക ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നത്. അതായത് 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് ഉപദേവ കലശ ചടങ്ങുകളൊക്കെ നടക്കുന്നത് കേട്ടോ.